വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോന്ന് വാങ്ങിച്ച ഡെയിലി യൂസിന് പറ്റിയ 200-300 രൂപ ആ ഒരു റേഞ്ചിലുള്ള കുർത്ത പാൻറ് സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ ഫ്ലോറൽ പ്രിന്റുകളിൽ വരുന്ന ഒരു കുർത്ത പാൻറ് സെറ്റാണ്. ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുർത്ത വരുന്നത് ഇങ്ങനെയാണ്. കുർത്ത മൊത്തം പ്രിന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് നോക്കുകയാണെങ്കിൽ കോട്ടൺ ബ്ലെൻഡിലാണ് ഈ ഒരു കുർത്ത വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതൊരു വാർക്കുന്ന മെറ്റീരിയൽ അങ്ങനത്തെ അല്ല. ആൻഡ് 3/4 ആണ് സ്ലീവ്സ് ഉള്ളത്. സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ യോക്കിലും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ഹാർട്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ്സ് ഉള്ളൊരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. ആൻഡ് പാൻറ് നോക്കുവാണെങ്കിൽ ഇതാണ് പാൻറ്. ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്നൊരു പാൻറ്റാണ്. ഒരു ട്രൗസർ പോലെ ഓൾമോസ്റ്റ് ഒരു ആങ്കിൾ ലെങ്ത്തിൽ വരുന്ന പാൻറ്റാണ്. നല്ല കംഫർട്ടബിളാണ്, നല്ല ഡിസൈനാണ്. പാൻറ്റും കുർത്തയും ഡിസൈനിൽ ഡിഫറെൻ്റ് ആണ്, പക്ഷേ കളർ കോമ്പിനേഷനൊക്കെ ഒരുപോലെ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 287 രൂപയാണ്. ആ ഒരു പൈസക്കുള്ള സെറ്റാണ് കേട്ടോ ഇത്. ഞാൻ എടുത്ത സൈസ് ലാർജാണ്. ലാർജ് എന്ന് പറയുമ്പോൾ ഇത് എനിക്കൊരു സ്ലിം ഫിറ്റ് പോലെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് ലൂസ് വേണമെങ്കിൽ ഒരു സൈസ് അധികം ഓർഡർ ചെയ്തോളൂ. പിന്നെ സൈസ് ചാർട്ടൊക്കെ നോക്കുമ്പോൾ ബസ്റ്റ് സൈസ് മാത്രം നോക്കിയാൽ പോരാ, വേസ്റ്റ് സൈസും ഹിപ്പ് സൈസും നോക്കിയിട്ട് മാത്രം എടുക്കുക. പിന്നെ ട്രാൻസ്പെറൻസി നോക്കുകയാണെങ്കിൽ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുർത്തിയല്ല. ഒരു ഡെയിലി യൂസിന് പറ്റിയ ഒരു നല്ലൊരു കുർത്ത, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുത്ത ആ ഒരു റേറ്റുള്ളൊരു സെറ്റ്. അടുത്തത് പൊൽക്ക ഡിസൈനിൽ വരുന്നൊരു കുർത്തിയാണ്. ഈ ഒരു കുർത്ത സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് റയോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സാറ്റിനും റയോണും മിക്സ് ആയിട്ടുള്ളൊരു ക്ലോത്ത് പോലെയാണ്, ഒരു ഫാബ്രിക് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതാണ് കുർത്ത. ഇതിൽ യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. സിൽവർ ഡിസൈനാണുള്ളത്. 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് ഡിസൈന്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള കുർത്തിയാണ്. സൈഡ് സ്ലിറ്റ്സ് ഉള്ളൊരു കുർത്തിയാണ്. ഇതാണ് കുർത്ത. സിമ്പിളാണ്. മൊത്തം ഈ ഡിസൈൻ തന്നെയാണ് വന്നത്. പാൻറ് നോക്കുകയാണെങ്കിൽ ഒരു കോട്ട് സെറ്റ് പോലെ സെയിം ഡിസൈൻ തന്നെയാണ് പാൻറ് ഉള്ളത്. ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്നൊരു പാൻറ്റാണ്. ഇതാണ് പാൻറ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണോ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു വൈറ്റ് കോട്ടൺ കുർത്തിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നേരെ ടൈപ്പ് ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സെറ്റൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് യൂസ് ചെയ്യാം. ഞാൻ എടുത്ത സൈസ് ലാർജാണ്. ഇതും എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ എടുത്ത എല്ലാതും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ലൂസ് ഫിറ്റിലിടണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് അധികം ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഞാനിത് വാങ്ങിച്ചത് 331 രൂപക്കാണ്. 300 രൂപക്കുള്ളൊരു സെറ്റ് തന്നെയാണിത്. അടുത്തത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു കുർത്ത പാൻറ് സെറ്റാണ്. ഇതാണ് സെറ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ കുർത്ത വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഫുൾ ഫ്ലോറൽ പ്രിന്റുകളാണ്. ഇതിൻ്റെ ഫാബ്രിക് കോട്ടൺ ബ്ലെൻഡാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതും. 3/4 സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ നെക്കിന് ചുറ്റും യോക്കിലൊക്കെ ചെറിയൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു ഡിസൈൻ എന്ന് പറയാൻ. ബാക്കിയൊക്കെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ എടുത്ത സൈസ് XL ആണ്. നിങ്ങൾക്ക് എൻ്റെ ട്രൈ ഓണെന്ന് മനസ്സിലാവും. ഇതെനിക്ക് ലൂസ് ഫിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ലാർജ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് റെഗുലർ ഫിറ്റിലായിരിക്കും. പക്ഷേ ഒരു സൈസ് കൂട്ടിയെടുത്തപ്പോൾ എന്താ പറയുക, കുറച്ച് ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടി തന്നെ എടുത്താൽ മതി. കാരണം ഇതിന് മാത്രം സൈസ് ചാർട്ട് ഉണ്ട് തോന്നുന്നു. ബാക്കി സൈസ് ചാർട്ട് കണ്ടില്ല. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എടുത്തിയത്. പിന്നെ പാൻറ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്നൊരു പാൻറ്റാണ്. അത്യാവശ്യം വിട്ടൊക്കെ ഉള്ള നല്ല നീളമുള്ള പാൻറ്റാണ്. പാൻറ് കളർ ഒന്നാണ്, പക്ഷേ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഡെയിലി യൂസിന് പറ്റിയതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ 329 ആണ്. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇത്തവണ ഞാൻ വാങ്ങിച്ചൊക്കെ വാങ്ങിച്ച ആ ഒരു റേറ്റിനുണ്ട്. ഇപ്പം 300 രൂപയാണ്. ആ 300-നുള്ളൊരു സെറ്റാണ്. അടുത്തതൊരു കോട്ട് സെറ്റ് പോലെ വരുന്നൊരു കുർത്ത പാൻറ് സെറ്റാണ്. പേർപ്പിൾ കളറിലുള്ള ഈ ഒരു സെറ്റാണ് ഞാൻ എടുത്തത്. ഇതിന് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുർത്ത വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. കണ്ടോ, ചൈനീസ് കോളറിൽ വരുന്നൊരു കുർത്തയാണ്. ഷോ ബട്ടൺസ് ഒക്കെ ഉണ്ട് കുർത്തയിൽ. ഷോർട്ട് സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു എന്താ പറയുക, ഫോൾഡബിൾ ഡിസൈനിലാണ് ഇതിൻ്റെ കൈ സ്ലീവ് വന്നിട്ടുള്ളത്.
പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ പോലെയുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അത് ഇതാണ് ത്രെഡാണ് ശരിക്കും പറഞ്ഞാൽ, ലൈൻസ് ത്രെഡും ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണുള്ളത്. ഇതിന് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതും ഞാൻ എടുത്തത് ലാർജാണ് തോന്നുന്നു, ലാർജാണ്. ഇത് റെഗുലർ ഫിറ്റിൽ തന്നെയാണുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 347 രൂപക്കാണ്. ആ ഒരു റേറ്റിനുള്ളതാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉള്ള സൈഡ് സ്ലിറ്റിൽ വരുന്നൊരു സ്ട്രേറ്റ് കുർത്തിയാണ്. എൻ്റെ പാൻറ് നോക്കുവാണെങ്കിൽ പാൻറ് വരുന്നത്, ഇതിൻ്റെ ഒരു വേസ്റ്റ് പാൻറ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക്കിലാണ്. ആൻഡ് സൈഡ് പോക്കറ്റ്സ് ഒന്നുമില്ല, സൈഡ് പോക്കറ്റ്സ് കുർത്തക്കെ ഉള്ളൂ. പിന്നെ ഇത് വരുന്നത് പെലാസോ പാൻറ്റാണ് കേട്ടോ. പെലാസോയിൽ വരുന്നൊരു പാൻറ്റാണ്. നല്ല കംഫർട്ടബിളാണ്, ഇട്ടിട്ട് നല്ല കംഫർട്ടബിളാണ്. നല്ലൊരു മെറ്റീരിയൽ, എന്താ പറയുക, ഇതും കോട്ടൻ്റെ കൂടെ എന്തോ ഒരു അങ്ങനെയുള്ളതാണ്. ഒരു വേർക്കന്നെയല്ല, പക്ഷേ കോട്ടൻ്റെ കൂടെ എന്തോ ഒരു മിക്സ് ഉണ്ട്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളർ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്തായാലും ആ ഒരു റേറ്റിനുള്ള സെറ്റാണ്. ലാസ്റ്റ് വണ്ണും ഫ്ലോറൽ പ്രിൻറ്റുകളിൽ വരുന്നൊരു സെറ്റ് തന്നെയാണ്. ഗ്രീൻ കളറിൽ ഓറഞ്ചിൻ്റെ ഒക്കെ കോമ്പിനേഷനിലുള്ളൊരു സെറ്റാണ്. പിന്നെ കൂടാതെ ഗോട്ട ഡീറ്റെയിലിംഗ് ഒക്കെ ഈ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ കുർത്ത വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ യോക്കിലും സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വന്നിട്ടുള്ളത്. കുർത്ത മൊത്തം ഈ ഒരു പ്രിൻറ്റുകളാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കുർത്ത കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് സൈസ് ലാർജ് ആണ്. ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നിയത്. അതായത് സ്ലിം ഫിറ്റിലാണ് വരുന്നത്. ആൻഡ് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ്. അപ്പോൾ കോട്ടൺ ബ്ലെൻഡിൽ വരുന്നതൊന്നും എന്താ പറയുക, പൊതുവേ കോട്ടൺ ബ്ലെൻഡിൽ വരുന്ന മെറ്റീരിയൽ അങ്ങനെ ചുരുങ്ങാനുള്ള ചാൻസ് കുറവാണ്, വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സെറ്റല്ല, പിന്നെ വേർക്കുന്നൊരു മെറ്റീരിയലും അല്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ ഒരു കുർത്തക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് നോക്കുവാണെങ്കിൽ വേസ്റ്റ് ബാൻഡ് ഫുൾ ഇലാസ്റ്റിക്കിലാണ് വരുന്നത്. ആൻഡ് ഇതാണ് പാൻറ്. ആങ്കിൾ ലെങ്ത്തോളം വരുന്നൊരു പാൻറ്റാണ്. പാൻറ്റിലും നല്ല ഭംഗിയുള്ള ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റുകളൊക്കെയാണുള്ളത്. നല്ല ഭംഗിയുള്ള നല്ലൊരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ. റെഗുലർ ഫിറ്റ് വേണമെങ്കിൽ ഒരു സൈസ് അധികം ഓർഡർ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ 265 രൂപയ്ക്ക് ഇതെനിക്ക് ലാഭമായിട്ട് തോന്നി. ആ ഒരു റേറ്റിന് എന്തായാലും ഉണ്ട് 265. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. പിന്നെ നമ്മുടെ ഹോൾ വീഡിയോസിനൊക്കെ ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ്. എന്താണെന്ന് എനിക്കറിയില്ല. വീഡിയോ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, നിങ്ങൾ കാണുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫോളോവേഴ്സ് അല്ലേ ശരിക്കും ക്രിയേറ്റേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ ഒരു ബലം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.